എറണാകുളത്ത് അടിപിടി കേസിൽ പോലീസ് പ്രതി ചേർത്ത യുവാവ് ആത്മഹത്യ ചെയ്തതിൽ ആരോപണവുമായി കുടുംബം. പ്രാദേശിക ബി.ജെ.പി. നേതാക്കളും പോലീസും ചേർന്ന് അഭിജിത്തിനെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് അമ്മ മിനി പറയുന്നത്. അഭിജിത്തിനെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തില്ലെന്നും ആരോപണമുണ്ട്. ബി.ജെ.പിക്കാരായ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് നടത്തിയ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് വീട് സന്ദർശിച്ച പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മാസം 16-നാണ് 20-കാരനായ അഭിജിത്ത് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തത്. തിരുവാലൂർ ക്ഷേത്ര ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് അഭിജിത്തിനെതിരെ ആലുവ വെസ്റ്റ് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ക്രൂരമായി മർദ്ദനമേറ്റ അഭിജിത്തിന്റെ പരാതിയിൽ ആർക്കുമെതിരെ കേസെടുത്തിട്ടുമില്ല. ജോലിക്കായി മാലിദ്വീപിലേക്ക് പോകാനിരിക്കെയാണ് അഭിജിത്തിനെ പോലീസ് പ്രതിയാക്കിയത്. അഭിജിത്തിന്റെ ജീവിതം ശരിയാക്കി തരുമെന്ന് പ്രാദേശിക ബി.ജെ.പി. നേതാക്കൾ ഭീഷണി മുഴക്കിയിരുന്നതായി കുടുംബം. പോലീസ് ഇതിന് കൂട്ടുനിന്നുവെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചെന്നും ആരോപണം. സുരേഷ് എന്ന് പറയുന്ന പോലീസുകാരൻ്റെ ഇടപെടൽ കൊണ്ടായിരിക്കാം ആലങ്ങാട് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു പോലീസുകാരും അവനെ ഒരു എന്താണ് സംഭവിച്ചതെന്ന് പോലും ചോദിക്കാനുള്ളതെന്ന് പറയണത്. ഒരു മൊഴി എടുക്കുകയെ രണ്ട് വാക്ക് അവൻ്റെ മുമ്പിൽ വെച്ചൊന്ന് എഴുതി എന്തെങ്കിലും ചെയ്തെങ്കിൽ ചിലപ്പോൾ അവൻ അത്രയും ഫീൽ ചെയ്യില്ലായിരിക്കും. അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അഭിജിത്തിന്റെ വീട് സന്ദർശിച്ചു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് പ്രതിപക്ഷ നേതാവ്. പോലീസ് കേസെടുത്തില്ല എന്ന് മാത്രമല്ല, അവനെതിരായി കേസെടുക്കുകയും നിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്ന് ബി.ജെ.പി. നേതാക്കൾ പറയുന്ന അതേ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. അമ്മയോട് മകൻ വന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും റൂറൽ എസ് പിക്കും അഭിജിത്തിന്റെ കുടുംബം പരാതി നൽകിയിട്ടുമുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.